വായ്പ വാങ്ങിയാൽ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കൈക്കോട്ട് വായ്പ വാങ്ങിയാൽ ഈ കൈക്കോട്ടിന്റെ ഉടമ ആരാ? ഞാൻ ആരെടുത്തുനിന്ന് വാങ്ങിയ അയാളിന്റെ എപ്പോഴും ഉടമ. അതാണ് വായ്പയും കടം വെച്ചത്. അപ്പൊ ആ കൈക്കോട്ട് വാങ്ങിയത് അത് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കണം. അതാണ് വായ്പയിലുള്ള വ്യത്യാസം. ഇനി വായ്പയുടെ വിധി എന്താണ്? കടത്തിന്റെ വിധി നമ്മൾ പറഞ്ഞു, കടം കൊടുക്കൽ സുന്നത്താണ്. വായ്പ കൊടുക്കൽ സുന്നത്ത് മുഅക്കദത്തോ വാജിബോ ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. വായ്പ കൊടുക്കാൻ തടസ്സമില്ലാത്ത ഒരാള് വായ്പ കൊടുക്കുന്നത് വാജിബാകുന്നു എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതിന്റെ രേഖ എന്താണ്? അള്ളാഹു പറഞ്ഞു, നരകവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പരോപകാര വസ്തുക്കളെ അവർ തടയുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ പരോപകാര വസ്തുക്കൾ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കണിയിൽ ആർക്കും ഒരു പ്രയാസം തോന്നാൻ പാടില്ലാത്ത, ആ കൈക്കോട്ട് തരുമോ, കത്തിയൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചു, ആ കയറും കപ്പിയൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുന്നതുമായി കാര്യങ്ങളുണ്ടല്ലോ. ഇത് തടയുന്നവൻ എന്നാണ് നരകവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാളുടെ ഒരു വിശേഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വായ്പ കൊടുക്കൽ കടം കൊടുക്കൽ പോലെയല്ല, കുറച്ചും കൂടി സുതാര്യതയോട് കൂടി കാണേണ്ട വിഷയമാണെന്ന്. ആ ബൈക്കൊന്ന് തരും, അപ്പൊന്ന് പോയിട്ട് വരാം, അത് വായ്പയാണ്. ആ വായ്പ കൊടുക്കൽ ഈ പറയുന്ന കടം കൊടുക്കലിനേക്കാൾ അതുകൊണ്ട് ഗൗരവമേറിയ, അത് ഒന്നുക വാജിബാണ് അല്ലെങ്കിൽ സുന്നത്ത് മുഅക്കദത്താണ്. പക്ഷെ അവിടെയൊക്കെ മസ്ലഹത്ത് നോക്കും. ആ ചങ്ങായിക്ക് എന്ത് കൊടുത്താലും ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ തടയും, അപ്പൊ അയാൾ കുറ്റമുണ്ടെന്ന് പറയൂല. അതേസമയം പൊതുവിൽ ഒരു കൊടുക്കാനുള്ള പിശുക്ക് മനസ്സ് കാരണം ഇതൊക്കെ ഒരാൾക്ക് തടയാൻ തോന്നുന്നുവെങ്കിൽ അയാൾ ആക്ഷേപകാരിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണ്. അതേസമയം പിശുക്കിന്റെ മനസ്സിൽ കൊടുക്കലിന് വിരോധം ഉണ്ടായിട്ടില്ല, കൊടുത്താൽ ഓർക്കും വേണ്ട ഒരു ശ്രദ്ധ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വായ്പ വാങ്ങിയ മുതല് തന്റെ സ്വന്തം മുതലിനേക്കാളും അയാൾ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണം, ശ്രദ്ധിക്കണം. അതിൽ നഷ്ടങ്ങളും കേടുകളും വരുത്താതെ അയാൾ തിരിച്ചേൽപ്പിക്കണം. ആ സ്വന്തം കാറേറ്റ് ഫൂ എന്ന് പറഞ്ഞ പോണ മാതിരി ഒരാളെടുത്ത് വായ്പ വാങ്ങിയ കാറേറ്റ് പോയിട്ട് അത് തകർക്കാൻ പറ്റൂല എന്നർത്ഥം. ഒരാൾ തന്റെ ആവശ്യത്തിന് വേണ്ടി വായ്പ വാങ്ങിയ ഒരു കൈക്കോട്ട് അത് പാറമ കൊത്തി വളച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ആ കൈക്കോട്ടാകെ കേട് വെച്ച് അതിന്റെ മൂർച്ച നഷ്ടപ്പെടുത്തുന്ന, അതിന്റെ മൂലം വളർത്തുന്ന കോലത്തിൽ അതിനെ പിന്നെ പാടില്ലാത്തടത്ത് ഉപയോഗിച്ചിട്ട് അതിനെ കേട് വെത്തി കൊടുക്കൽ അനുവദനീയമല്ല. അങ്ങനെ വല്ലതും കേസ് വന്നാൽ അയാൾ അതിന് വേറെ വെച്ചു കൊടുക്കുക, ക്യാഷ് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ പൊതുവെ കേസിന് പോണ വിഷയം. എന്റെ കൊട്ടക്കൈനോ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കോടതി കേസിന് പോകില്ലല്ലോ. പിന്നെ ഇത് ഇവിടെ കേസിന് വരിക ആഹ്റത്തിലാവും. അങ്ങനെ ഒരു പൊരുത്തമില്ലാത്ത മുതല് ഞാൻ അയാളിൽ നിന്ന് അയാളുടെ മുതൽ കേടുവരുത്തി ഒരു അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ അതൊക്കെ പിന്നെ ആഹ്റത്തിലാവും നടപടിക്ക് വരിക. ഇവിടെ ആരും എന്റെ പേരിൽ കേസിന് പോകാൻ സാധ്യതയില്ല. പിന്നെ അതൊക്കെ എവിടെ പോകല്? അത് പിന്നെ ആഹ്റത്തിലെ ബാക്കി വെക്കാം. അപ്പൊ വായ്പയും എന്തിനാണ്? മനുഷ്യന്മാർ പരസ്പരം തന്റെ ഈ ഒരു താൽക്കാലിക ആവശ്യത്തിന് കടയിൽ പോയി വാങ്ങിക്കോന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരെ സംബന്ധിച്ച ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ തൽക്കാലത്തേക്ക് ആ തൽക്കാലാണ് അതൊന്ന് തരണം, ഞാൻ ഇത് വീട്ടാം, അത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം എന്നൊക്കെ പറയുന്ന സമ്പ്രദായമാണ് വായ്പ എന്ന് പറയുന്നത്. അപ്പൊ 50 റുപ്യ വായ്പ എന്ന് പറച്ചിലെ വായ്പ ഉള്ളത് കടാണ്. അതേസമയം നമ്മൾ ചിലപ്പം പിന്നെ ഈ വായ്പ എന്നല്ലാതെ അത് കുറച്ചേരത്തിന് തരുവച്ചാൽ അതും വായ്പയാണ്. പേരിൽ നമ്മളെ പറച്ചിലൊന്നല്ല വിധി. ഇതിലെന്താ നടക്കുന്നത് അതിനനുസരിച്ചാണ്.